പുതുപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇവിടെ നിറച്ചും ഗ്രൗണ്ടിലൊക്കെ നിറച്ച് വെള്ളമാണ്. ക്ഷേത്രത്തിനകത്തും വെള്ളം ഇരിക്കുകയാണ്. ഇവിടെ അവരുടെ 45ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഇന്ന് നടക്കേണ്ടതാണ്. അപ്പം ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വെള്ളം കയറിയുണ്ട്. ഇന്ന് നടക്കാതെ അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഈ വെള്ളം കയറിയ സ്ഥലമൊക്കെ പോയി കാണാം. ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി കാണും. നട തുറക്കാത്തതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നില്ല, അകത്ത് വെള്ളം ഉണ്ടോ ഇല്ലെന്ന് അറിയാനൊക്കത്തില്ല. എന്നാൽ ഇവിടെ അവരുടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അത് നിറച്ചും വെള്ളമാണ്. അതിനകത്തൊക്കെ വെള്ളം കയറി. അപ്പം ക്ഷേത്രത്തിനകത്തും വെള്ളം കയറി കാണാൻ സാധ്യതയുണ്ട്. മുറ്റത്തും വെള്ളമുണ്ട് കേട്ടോ, നല്ല ഇതാണ്. ഇത് അമ്പലക്കുളമാണ്. അമ്പലക്കുളമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. മോനോട് വാ, അടുത്തേക്ക്. ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറി അല്ലേ? പ്രസിഡന്റാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് വെള്ളം കയറിയതാണ് അമ്പലത്തിൽ? ദിവസം കൊണ്ട്. ഇന്നലെ തുടങ്ങാനിരുന്ന സപ്താഹമാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കയറിയാണ് ഇത്രയും വെള്ളം. കാരണം സപ്താഹം തുടർന്ന് നടത്താൻ പറ്റിയില്ല. ഭക്തജനങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അത് സർക്കാർ മാറ്റി വെച്ചേക്കുവാണ്. ശരി. ഈ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? അകത്തെല്ലാം വെള്ളം. തൊട്ടപ്പുറം കിടന്ന റോഡ് എങ്ങോട്ടുള്ള പാതയാണ്? എടത്തുവ ആലന്തുരുത്തിലുള്ള. ശരി ചേട്ടാ, എന്നാൽ നിങ്ങൾ പൊക്കോ, നിങ്ങളെ ജോലി നടക്കട്ടെ. താഴ്ചയുണ്ടല്ലേ? ഓക്കെ. ശരി